നമസ്കാരം. എംഫോർമെക്കിന്റെ പുതിയ ജോബ് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഗവൺമെന്റിലും പ്രൈവറ്റിലും വിദേശ രാജ്യങ്ങളിലും വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോബ് ഇൻഫർമേഷൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റുള്ളവർക്കും വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക. ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിലോട്ട് പുതിയ ജോബ് വേക്കൻസി വിളിച്ചിട്ടുണ്ട്. പോസ്റ്റ് ജൂനിയർ എക്സിക്യൂട്ടീവ്, എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് കൂടാതെ നിരവധി പോസ്റ്റുകൾക്ക് വാക്കൻസി വിളിച്ചിട്ടുണ്ട്. ടോട്ടൽ വാക്കൻസി 372. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 30/6/2025. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും കൂടുതൽ വിവരങ്ങൾക്കും വേണ്ടി ജോബ് നോട്ടിഫിക്കേഷൻ സന്ദർശിക്കേണ്ടതാണ്. ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ട ലിങ്കും ജോബ് നോട്ടിഫിക്കേഷൻ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഈ ജോലികൾക്ക് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഇന്നു തന്നെ ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ടതാണ്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അതിനകത്ത് നോട്ടിഫിക്കേഷൻ പേജ് കാണുന്നതായിരിക്കും. നോട്ടിഫിക്കേഷൻ ലിങ്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നോട്ടിഫിക്കേഷൻ പേജ് ഓപ്പൺ ആയി വരും. ഇതാണ് ഈ ജോബിൻ്റെ നോട്ടിഫിക്കേഷൻ. ജോബിനെ കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും ഈ നോട്ടിഫിക്കേഷനകത്ത് ഉണ്ട്. ഏജ് ക്വാളിഫിക്കേഷൻ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, നമ്പർ ഓഫ് വാക്കൻസി, അപ്ലിക്കേഷൻ ഫീസ് തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും നോട്ടിഫിക്കേഷനകത്തുണ്ട്. ഇത് വായിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം ഓൺലൈൻ വഴി അപേക്ഷിക്കുക. നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കിയ ശേഷം വീണ്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോവുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് അപ്ലൈ നൗ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു ഹോം പേജ് ഓപ്പൺ ആയി വരും. ഈ ഹോം പേജിനകത്ത് നേരെ താഴെ വരുന്ന സമയത്ത് സൈൻ ഇൻ പേജ് ആയിരിക്കും കാണുക. നമ്മൾ ആദ്യമായിട്ടാണ് ഇത് ഓപ്പൺ ആക്കുന്നത് എങ്കിൽ നമ്മൾ രജിസ്റ്റർ നൗ എന്ന പേജ് ക്ലിക്ക് ചെയ്യുക. രജിസ്റ്റർ നൗ എന്ന പേജ് ക്ലിക്ക് ചെയ്ത ശേഷം ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി വരും. ഈ പേജിനകത്ത് ഫസ്റ്റ് നെയിം അടിക്കുക, കൺഫർമേഷൻ നെയിം ഒന്നും കൂടെ അടിക്കുക, പിന്നെ ഡീറ്റെയിൽസ് മൊത്തം ഫില്ല് ചെയ്യുക. മേലെ മൊബൈൽ നമ്പർ നൽകുക, താഴെ മെയിൽ ഐ ഡി നൽകുക. അതിനുശേഷം ഇമെയിൽ ഐ ഡി വെരിഫൈ ചെയ്യുക. ഒരു OTP മെയിലിലോട്ട് വരും. അത് ഡയലോഗ് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്ത ശേഷം സബ്മിറ്റ് ചെയ്യുക. താഴെ ക്യാപ്ച ടൈപ്പ് ചെയ്യേണ്ട പോർഷൻ ഉണ്ട്. അവിടെ ക്യാപ്ച ടൈപ്പ് ചെയ്തിട്ട് രജിസ്റ്റർ നൗ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ മെയിലിലോട്ട് യൂസർ നെയിമും പാസ്വേഡും മെയിലിലോട്ട് വരും. ആ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ സൈൻ ഇൻ പേജ് ഓപ്പൺ ആക്കുക. സൈൻ ഇൻ പേജ് ഓപ്പൺ ആക്കിയ ശേഷം മുഴുവൻ ഡീറ്റെയിൽസും എൻ്റർ ചെയ്ത ശേഷം സബ്മിറ്റ് ചെയ്യുക. CSIR നാഷണൽ എയ്റോസ്പേസ് ലബോറട്ടറീസിലോട്ട് പുതിയ ജോബ് വാക്കൻസി വിളിച്ചിട്ടുണ്ട്. പോസ്റ്റ് ടെക്നീഷ്യൻ. ടോട്ടൽ വാക്കൻസി 86. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 10/7/2025. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും കൂടുതൽ വിവരങ്ങൾക്കും വേണ്ടി ജോബ് നോട്ടിഫിക്കേഷൻ സന്ദർശിക്കുക. ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ട ലിങ്കും ജോബ് നോട്ടിഫിക്കേഷൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകിയിട്ടുണ്ട്. വീഡിയോകൾക്ക് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഇന്നു തന്നെ ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ടതാണ്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഓപ്പൺ ആക്കുക. അതിനകത്ത് ജോബിൻ്റെ നോട്ടിഫിക്കേഷൻ ലിങ്ക് ഉണ്ട്. അത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക.
ആ സമയത്ത് ഇതുപോലൊരു നോട്ടിഫിക്കേഷൻ പേജ് ഓപ്പൺ ആയിരിക്കും. അതിനകത്ത് ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ട സ്റ്റാർട്ട് ചെയ്യേണ്ട ഡേറ്റും ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ട അവസാന രീതിയും നൽകിയിട്ടുണ്ട്. വായിച്ച് മനസ്സിലാക്കുക. ക്വാളിഫിക്കേഷൻ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഏജ് ക്വാളിഫിക്കേഷൻ തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും നോട്ടിഫിക്കേഷൻ പേജിനകത്ത് കൊടുത്തിട്ടുണ്ട്. മുഴുവനായിട്ടും വായിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രമേ ഓൺലൈൻ വഴി അപേക്ഷിക്കാൻ പാടുന്നതുള്ളൂ. വീണ്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അതിനകത്ത് അപ്ലൈ നൗ എന്ന ലിങ്ക് ഉണ്ട്. ആ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ ആക്കുക. ഇതുപോലൊരു ഹോം പേജ് ഓപ്പൺ ആയി വരും. അതിനകത്ത് രജിസ്റ്റർ നൗ എന്ന പോർഷനിൽ ഫില്ല് ചെയ്യുക. ആദ്യം അഡ്വർടൈസ്മെൻറ്റ് ഡീറ്റെയിൽസ്, പിന്നെ നിങ്ങളുടെ പേരിൻ്റെ ഫ്രണ്ടിലുള്ള മിസ്റ്റർ ഓർ മിസ്സിസ് ഡോക്ടർ പ്രൊഫസർ ഏതാണെന്ന് പറഞ്ഞാൽ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. നെയിം, മെയിൽ ID, പാസ്വേഡ്, മൊബൈൽ നമ്പർ, പിന്നെ ഒരു സെക്യൂരിറ്റി ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് പറഞ്ഞാൽ അത് സെലക്ഷൻ ചെയ്യുക. അതിൻ്റെ ആൻസർ താഴെ എൻ്റർ ചെയ്യുക. അതിനുശേഷം ക്യാപ്ച ടൈപ്പ് ചെയ്ത ശേഷം സബ്മിറ്റ് ചെയ്യുക. പിന്നീട് വീണ്ടും ലോഗിൻ പേജിനോട്ട് വരിക, അതായത് സൈൻ ഇൻ പേജിനകത്ത് വരിക. വീണ്ടും അഡ്വർടൈസ്മെൻറ്റ് നമ്പർ കൊടുക്കുക. നിങ്ങളുടെ അടിച്ചു കൊടുത്ത ആ പഴയ മെയിൽ IDയും പാസ്വേഡും കൊടുത്ത് സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്ത ശേഷമാണ് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ആയ പേഴ്സണൽ ഡീറ്റെയിൽസ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും എൻ്റർ ചെയ്ത ശേഷം നമ്മൾ സബ്മിറ്റ് ചെയ്ത് വിടുക.